അരൂർ മണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ്. KR ഗൗരമ്മയുടെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. KR ഗൗരമ്മ 9 പ്രാവശ്യമാണ് അരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും പിന്നീട് 1994 ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി JSS ജനാധിപത്യ സംരക്ഷണ സമിതി ആയിട്ട് രൂപീകരിച്ചപ്പോൾ 1996 2001 ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് KR ഗൗരിയമ്മ വിജയിച്ചത്. പക്ഷേ 2006 അരൂരിൽ KR ഗൗരിയമ്മ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 4% ഡിഫറൻസ്, വോട്ടിൽ ഡിഫറൻസ് ഐക്യമുന്നണിയും ഇടതുമുന്നണിയും തമ്മിലുണ്ട്. അതുകൊണ്ട് അരൂരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന മണ്ഡലമായിട്ടാണ് വിലയിരുത്താൻ സാധിക്കുക. ഈ 4% ഒരു പകുതിയോളം വോട്ടുകൾ മാറിയാൽ മാത്രമേ എന്തെങ്കിലും അവിടെ ഒരു മാറ്റം ഉണ്ടാകും. അരൂർ ദലീമിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ദലീമിയാണ് അവിടുന്ന് ജയിച്ചു വന്നത്. ആ ഒരു വിജയം ദലീമ ആവർത്തിക്കും എന്നാണ് പൊതുവെ കാണേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞാൽ ഈ അരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരുമ്പളം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വികസനത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വികസന പ്രവർത്തനമായ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്ത അടുത്ത കാലത്താണ്. ഏതാണ്ട് 10,000-ഓളം വരുന്ന വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ് അവിടെ. ആ പ്രദേശത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഈ വികസന പ്രവർത്തനത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുകൂടി അരൂരിലെ ജനവിധിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അരൂരിൽ ദലീമ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആ ഭൂരിപക്ഷം അത് കൂടാനാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ സാധിക്കും. കാരണം ഗൗരിയമ്മ JSSലൊക്കെ പോയ സമയത്ത് അവർ ജയിച്ച മണ്ഡലം എന്ന രൂപത്തിൽ ആ ഒരു പ്രതീക്ഷയും അവരുടെ മുമ്പിലുണ്ട്.